ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഫ് യു ആർ എ ന്യൂ വ്യൂവർ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാകാതെ നിങ്ങൾക്ക് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് സിമ്പിൾ സെൻറ്റൻസസ്, അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ആ സെൻറ്റൻസ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് സെൻറ്റൻസുകളൊന്നുമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ പാകത്തിന് വളരെ കുറഞ്ഞ സെൻറ്റൻസുകളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. കണ്ടെങ്കിൽ മാത്രമേ ഓരോ സെൻറ്റൻസുകളും മലയാളം സെൻറ്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, അവൾ എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യുന്നു. അവൾ എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യുന്നു. ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? അവൾ എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അവൾ സിമ്പിൾ വേർഡാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ, അവൻ, അവളെ, അവന് എന്നുള്ളതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത്. സോ ഇവിടെ അവൾ, അവൾ എന്ന് വരണമെങ്കിൽ ഏത് വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഷീ, ഷീ. ഇനി എല്ലാ ദിവസവും രാവിലെ എന്നുള്ളതിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഇംഗ്ലീഷ് വേർഡാണ്, എങ്ങനെ പറയണം അതിനെ? ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത്? എവ്രി മോർണിംഗ് എന്ന് പറയാം അല്ലേ? എല്ലാ ദിവസവും രാവിലെ, എല്ലാ രാവിലെയും, എവ്രി മോർണിംഗ്. ഇനി എക്സസൈസ് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാറുണ്ട് എന്നുള്ളതിനെ എങ്ങനെ പറയാം? എക്സസൈസസ്, എക്സസൈസസ്. ഇവിടെ ഡു എക്സസൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സസൈസസ് എന്ന് പറയുമ്പോൾ തന്നെ ചെയ്യാറുണ്ട് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പം ഇതിനെ നമുക്ക് സെൻറ്റൻസിലേക്ക് മാറ്റണം. അവൾ എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യാറുണ്ട്. ഇത് വരുന്ന സമയത്ത് എങ്ങനെ സെൻറ്റൻസ് ആക്കും? ഷീ എക്സസൈസസ് എവ്രി മോർണിംഗ്. ഷീ എക്സസൈസസ് എവ്രി മോർണിംഗ്. എന്താണ്? ഷീ എക്സസൈസസ് എവ്രി മോർണിംഗ്. അവൾ എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യുന്നു. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത്, അവൻ്റെ നായ ഉച്ചത്തിൽ കുരയ്ക്കുന്നു. അവൻ്റെ നായ ഉച്ചത്തിൽ കുരയ്ക്കുന്നു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുക? ഇവിടെ അവൻ്റെ എന്നാണ്. അവൻ്റെ എന്ന് വരുന്ന സമയത്ത് എന്ത് വേണം? ഹി മാറി ഹിസ്. ഇതൊക്കെ നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതാണ് പല വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്റ്റീവാക്കി വെക്കാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേർഡ്സൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഹി എന്നുള്ളത് മാറി എന്തായി? ഹിസ്, അവൻ്റെ. ഇനി നായ, നായ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഡോഗ്. അവൻ്റെ നായ എന്നായി അല്ലേ? ഇനി ഉച്ചത്തിൽ എന്നുള്ളതിന് ഏത് വേർഡാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ലൗഡ്ലി, ലൗഡ്ലി, ഉച്ചത്തിൽ. ഇനി കുരയ്ക്കുന്നു, കുരയ്ക്കുക എന്നുള്ളതിന് നമ്മൾ ബാർക്ക് എന്ന് പറയും അല്ലേ? BARK, ബാർക്ക്. ഇനി കുരയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് ബാർക്സ്. അപ്പോൾ ഇനി സെൻറ്റൻസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ പറയാം? ഹിസ് ഡോഗ് ബാർക്സ് ലൗഡ്ലി. ഹിസ് ഡോഗ് ബാർക്സ് ലൗഡ്ലി. ഹിസ് ഡോഗ് ബാർക്സ് ലൗഡ്ലി. അവൻ്റെ നായ ഉച്ചത്തിൽ കുരയ്ക്കുന്നു. ഹിസ് ഡോഗ് ബാർക്സ് ലൗഡ്ലി. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് അത്താഴം കഴിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് അത്താഴം കഴിക്കുന്നത്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പോവാണ്. ഞങ്ങൾ എന്നുള്ളതിന് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? വി, വി. ഇനി ഞങ്ങൾ എപ്പോഴും, എപ്പോഴും എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഓൾവേസ്, ഓൾവേസ്. ഇനി ഒരുമിച്ചാണ്, ഒരുമിച്ച് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് എന്ത്? ടുഗെദർ, ടുഗെദർ. ഇനി ഭക്ഷണം അല്ലെങ്കിൽ അത്താഴം, അത്താഴം എന്നുള്ളതെന്ന് പറയുന്നത് നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണമാണ് അല്ലേ? അപ്പോൾ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ എന്ത് പറയും? ഡിന്നർ, ഡിന്നർ. ഇനി കഴിക്കുന്നത് എന്നുള്ളതിന് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം? ഈറ്റ്. അപ്പം ഇനി ഇതിനെ നമ്മൾ സെൻറ്റൻസിലേക്ക് മാറ്റാൻ പോവുകയാണ് അല്ലേ? എല്ലാ വേർഡും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വി ഓൾവേസ് ഈറ്റ്
dinner together. We always eat dinner together. അതായത് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. We always eat dinner together. We always eat dinner together. ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് അവന് പച്ചക്കറികൾ ഇഷ്ടമല്ല. അവന് പച്ചക്കറികൾ ഇഷ്ടമല്ല. അവന് എന്നുള്ളതിനെ അവൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് തന്നെയാണ് യൂസ് ചെയ്യുക? ഹി. ഇനി പച്ചക്കറികൾ എന്നുള്ളതിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? വെജിറ്റബിൾസ്. ഇനി ഇഷ്ടമല്ല എങ്ങനെയാ അത് പറയുക? ഡസൻറ്റ് ലൈക്ക്. അപ്പോൾ ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് മാറ്റണം. ഹി ഡസൻറ്റ് ലൈക്ക് വെജിറ്റബിൾസ്. ഹി ഡസൻറ്റ് ലൈക്ക് വെജിറ്റബിൾസ്. അവന് പച്ചക്കറികൾ ഇഷ്ടമല്ല. ഹി ഡസൻറ്റ് ലൈക്ക് വെജിറ്റബിൾസ്. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് കുടിക്കാൻ ഒന്നും വേണ്ട. എനിക്ക് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഐ യൂസ് ചെയ്യും. ഐ. ഇനി കുടിക്കാൻ എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് പറയുക? ഡ്രിങ്ക്. ഇനി ഒന്നും വേണ്ട എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഒന്നും വേണ്ട. ഡോണ്ട് വാണ്ട് എനിത്തിങ്. അപ്പോൾ ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് പോകണം. എനിക്ക് കുടിക്കാൻ ഒന്നും വേണ്ട. അത് നമ്മൾ എങ്ങനെ പറയുന്നു? ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഡ്രിങ്ക്. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഡ്രിങ്ക്. എനിക്ക് കുടിക്കാൻ ഒന്നും വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഡ്രിങ്ക്. എനിക്ക് കുടിക്കാൻ ഒന്നും വേണ്ട. നെക്സ്റ്റ് സെൻറ്റൻസ് ഈ ചെറിയ വസ്ത്രം ചിലവേറിയതല്ല. അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഈ ചെറിയ വസ്ത്രം ചിലവേറിയതല്ല. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിയതെന്ന് ചോദിക്കുമ്പം നമ്മൾ പറയില്ലേ ഇത് ഒരുപാട് വിലയൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ചെറിയ വസ്ത്രം ചിലവേറിയതല്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഈ ചെറിയ വസ്ത്രം എന്നുള്ളതിന് നമ്മൾ എങ്ങനെ പറയും? ഈ ചെറിയ. ദിസ് ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത്. ദിസ് ലിറ്റിൽ. ഇനി വസ്ത്രത്തിന് നമ്മൾ എന്താ പറയാന്ന് എല്ലാവർക്കും അറിയാം? ഡ്രസ്. ഇനി ചിലവ് എന്നുള്ളതിന് നമ്മൾ എങ്ങനെ പറയാം? എക്സ്പെൻസീവ്. ചിലവേറിയതാണ് അല്ലെങ്കിൽ ചിലവേറിയതല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെൻസീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ഇനി ചിലവേറിയതാണ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഈസ് എക്സ്പെൻസീവ്. ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈസ് അല്ലേ? ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എക്സ്പെൻസീവ് എന്ന് പറയുമ്പം ചിലവേറിയതാണ് എന്ന് വരുന്നു. ഇവിടെ നമുക്ക് സെൻറ്റൻസിൽ വേണ്ടത് എന്താണ്? ചിലവേറിയതല്ല എന്നാണ്. അപ്പോൾ എങ്ങനെ വരും? ഈസ് നോട്ട് എക്സ്പെൻസീവ് അല്ലെങ്കിൽ isn't എക്സ്പെൻസീവ്, is not എക്സ്പെൻസീവ്. ഇനി നമുക്ക് സെൻറ്റൻസ് ആയിട്ട് ഇതിനെ മാറ്റാം. ഈ ചെറിയ വസ്ത്രം ചിലവേറിയതല്ല. ദിസ് ലിറ്റിൽ ഡ്രസ് isn't expensive. This little dress isn't expensive. This little dress isn't expensive. സെൻറ്റൻസ് ക്ലിയർ അല്ലേ? ഇനി ചിലവേറിയതാണ് എന്നാണെങ്കിൽ അതെങ്ങനെ പറയാം? ദിസ് ലിറ്റിൽ ഡ്രസ് ഈസ് എക്സ്പെൻസീവ്. ദിസ് ലിറ്റിൽ ഡ്രസ് ഈസ് എക്സ്പെൻസീവ്. ആ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ആ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. ആ കുട്ടികൾ എന്ന് പറയാൻ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണം? ദോസ് കിഡ്സ്. അത് അല്ലെങ്കിൽ അവർ എന്നൊക്കെ പറയാം അല്ലേ? ആ കുട്ടികൾ. ദോസ് കിഡ്സ്. ഇനി സ്പീക്ക്. സംസാരിക്കുക എന്നുള്ളതിനൊക്കെ നമ്മൾ എന്ത് പറയാം? സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി ഇവിടെ ആ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അപ്പം ഡോണ്ട് സ്പീക്ക് ആണ്. ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് പോവാം. Those kids don't speak English. Those kids don't speak English. ആ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. Those kids don't speak English. എന്താണ്? സെൻറ്റൻസ് എൻ്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. Those kids don't speak English.
ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ പറയുന്നതായിരിക്കാം. ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചു, അല്ലേ? ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചു. അതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞങ്ങൾ എന്നുള്ളതിന് എന്ത് പറയണം? വി. ഇനി സംസാരം അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതിന് ടോക്ക് എന്ന് പറയാം. ഇനി സംസാരിച്ചു എന്നാണ്, അപ്പോൾ എന്തായി? ടോക്ഡ്. സംസാരിച്ചു. ഇനി മണിക്കൂറുകളോളം എന്ന് വരണമെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ പറയാം? മണിക്കൂർ എന്നുള്ളതിന് അവർ എന്ന് പറയാം, അല്ലേ? അപ്പം മണിക്കൂറുകളോളം എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ഫോർ അവേഴ്സ്. FOR, ഫോർ അവേഴ്സ്. ഇനി നമുക്കിതിനെ സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും നോക്കാം. വി ടോക്ഡ് ഫോർ അവേഴ്സ്. ഞങ്ങൾ മണിക്കൂറുകളോളം സംസാരിച്ചു. വി ടോക്ഡ് ഫോർ അവേഴ്സ്. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ, നമ്മുടെ മക്കളൊക്കെ വിദേശത്തായവരും പാരൻസ് നാട്ടിലായവരും അങ്ങനെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സെൻറ്റൻസാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ അടുത്ത ആഴ്ച എൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കും. ഞാൻ അടുത്ത ആഴ്ച എൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കും. ഇതെങ്ങനെ പറയും? സെൻറ്റൻസ് കുറച്ച് നീളമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. വളരെ സിമ്പിൾ വേർഡ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നോക്കാം. ഞാൻ അടുത്ത ആഴ്ച എൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കും. ഞാൻ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? ആയി. ഇനി എൻ്റെ മാതാപിതാക്കളെ, മാതാവും പിതാവും കൂടി ചേരുമ്പോൾ അവരാരായി? പാരൻസ്, രക്ഷിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ. ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം? പാരൻസ്. ആയി കിട്ടി. ഇനി പാരൻസ് കിട്ടി. ഇനി എന്ത് വേണം? മാതാപിതാക്കളെ അടുത്ത ആഴ്ചയാണ് സന്ദർശിക്കുക. അടുത്ത ആഴ്ച എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച. ഇനി സന്ദർശിക്കുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? സന്ദർശിക്കുക, വിസിറ്റ്. ഇനി സന്ദർശിക്കും എന്നാണ്. അടുത്ത ആഴ്ച സന്ദർശിക്കുകയേ ഉള്ളൂ, വരാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തും കൂടി അതിൻ്റെ കൂടെ യൂസ് ചെയ്യണം? വിൽ വിസിറ്റ്. ഇനി നമുക്കിതിനെ സെൻറ്റൻസിലേക്ക് മാറ്റാം. അതെങ്ങനെയാണ് പറയാൻ നോക്കാം. ഞാൻ അടുത്ത ആഴ്ച എൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കും. I will visit my parents next week. I will visit my parents next week. I will visit my parents next week. എന്താണ്? റിപ്പീറ്റ് ചെയ്ത് പറയൂ. I will visit my parents next week. I will visit my parents next week. ഇനി അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് അവൾ നാളെ അവളുടെ പ്രൊജക്റ്റ് പൂർത്തിയാക്കും. അവൾ നാളെ അവളുടെ പ്രൊജക്റ്റ് പൂർത്തിയാക്കും. അവൾ നാളെ അവളുടെ പ്രൊജക്റ്റ് പൂർത്തിയാക്കും. ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവൾ, അവൾക്ക്, അവളുടെ, അവന്, അവൻ്റെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് ക്ലിയർ ആയോന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സെൻറ്റൻസുകളും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവൾ നാളെ അവളുടെ പ്രൊജക്റ്റ് പൂർത്തിയാക്കും. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവൾ എന്നുള്ളതിന് നമ്മൾക്ക് എന്ത് പറയാം? ഷീ. ഇനി നാളെ എന്നുള്ളതിന് എന്ത് പറയാം? ടുമോറോ. ഇനി അവളുടെ പ്രൊജക്റ്റ് എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? ഹർ. ഹർ പ്രൊജക്റ്റ്. പൂർത്തിയാക്കുക എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? കംപ്ലീറ്റ്. ഇനി പൂർത്തിയാക്കും, നാളെ പൂർത്തിയാക്കുകയുള്ളൂ, അപ്പോൾ എന്ത് പറയാം? വിൽ കംപ്ലീറ്റ്. ഇനി നമുക്കിതിനെ സെൻറ്റൻസിലേക്ക് മാറ്റിയിട്ട് എങ്ങനെ പറയുമെന്ന് നോക്കാം. വേർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സിമ്പിളായിട്ട് സെൻറ്റൻസിലേക്ക് ചേഞ്ച് ചെയ്യാം. ഷീ വിൽ കംപ്ലീറ്റ് ഹർ പ്രൊജക്റ്റ് ബൈ ടുമോറോ. ഷീ വിൽ കംപ്ലീറ്റ് ഹർ പ്രൊജക്റ്റ് ബൈ ടുമോറോ. ഷീ വിൽ കംപ്ലീറ്റ് ഹർ പ്രൊജക്റ്റ് ബൈ ടുമോറോ. ഇവിടെ കംപ്ലീറ്റിന് പകരം നിങ്ങൾക്ക് ഫിനിഷ് എന്നുള്ള വേർഡും യൂസ് ചെയ്യാവുന്നതാണ്. ഷീ വിൽ ഫിനിഷ് ഹർ പ്രൊജക്റ്റ് ബൈ ടുമോറോ. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഈ സെൻറ്റൻസുകൾ, അതിലെ വേർഡ്സ്, പ്രൊനൗൺസിയേഷൻ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചെറിയൊരു
ടാസ്ക് നിങ്ങൾക്ക് തരാം, ഒരു സെൻറ്റൻസ്. ആ സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ചെറിയ ടാസ്ക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ ഇത്തരത്തിലുള്ള ടാസ്കുകൾ കൊണ്ട് സാധിക്കും. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വാല്യബിൾ സജഷൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് ഒന്ന് ഓർക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള വിലയേറിയ സജഷൻസ് അതുപോലെ തന്നെ ഹെൽപ്പൊക്കെ തരുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഫാമിലിയിലുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടാസ്കും കൂടി ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. സെൻറ്റൻസ് ഇതാണ്: എൻ്റെ സ്കൂൾ ആരംഭിക്കുന്നത് രാവിലെ 10 മണിക്കാണ്. എൻ്റെ സ്കൂൾ ആരംഭിക്കുന്നത് രാവിലെ 10 മണിക്കാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എൻ്റെ സ്കൂൾ ആരംഭിക്കുന്നത് രാവിലെ 10 മണിക്കാണ്. ഇതിൽ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടുള്ള വേർഡ്സുകൾ ഒന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എൻ്റെ എന്നുള്ളതിന് മൈ എന്ന് പറയാം, പിന്നെ സ്കൂൾ നിങ്ങൾക്കറിയുന്നത് തന്നെയാണ്. സ്കൂൾ ആരംഭിക്കുക എന്നുള്ളതിന് സ്റ്റാർട്ട് എന്ന് പറയാം, പിന്നെ രാവിലെ എന്നുള്ളതിന് മോർണിംഗ് പറയാം. ഇവിടെ ടൈമാണ് വേണ്ടിയത്, ടൈമിൻ്റെ കൂടെ എന്ത് ചേർക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് നല്ലപോലെ ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ ഒരു സപ്പോർട്ടായിട്ട് ഞാനതിനെ കരുതുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി എത്തിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്.